രണ്ടു ദിവസം കൂടി എനിക്ക് നിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജോലിക്ക് പോണ്ടേ. പിന്നെ ഇവിടെ ഒറ്റക്കൊന്ന് ബോറടിക്കുകയാണെങ്കിലേ അവിടുത്തെ വന ചേച്ചിയുടെ മോളുടെ അടുത്ത് പോയാൽ മതി. അവിടെ എന്നെ പോലെ നല്ല കമ്പനിയാണ്. ഞാൻ അവളോട് എന്തായാലും പറഞ്ഞു നോക്കാം. പിന്നെ എല്ലാ ദിവസം വിളിക്കണം കേട്ടോ. വിളിക്കാം. ആ നീ അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചാ? അമ്മേ ഞാൻ പോകേണ്. എനിക്ക് ജോലിക്ക് പോണ്ടേ. എന്റെ മോളെ നിനക്ക് 2-3 ദിവസം കൊണ്ട് ഇവിടെ നിന്നൂടെ? നാത്തൂനൊരു കൂട്ടാവൂലേ? അതുമല്ല നിനക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കൂടെ? ഇവിടെ 2 ദിവസം കൊണ്ട് നിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ലീവില്ല അമ്മേ. അതുമല്ല ഇനി ഇവിടെ നിന്ന് പോവാന്ന് വെച്ചാലേ ഇത്രയും ദൂരൂലേ, 2 ബസ് മാറി കയറണം. ഒരു കണക്ക് നീ പറഞ്ഞ ശരിയാണ്. അല്ല നീ നിന്ന് പോയി കഴിഞ്ഞ് നിന്ന് വരും. ഞാൻ ഞായറാഴ്ച വരാം. ഞായറാഴ്ചേ ജോലി കഴിഞ്ഞിട്ട് ശനിയാഴ്ച തന്നെ ഇങ്ങാട്ടുവാ. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പോയാ മതി ഇവിടുന്ന്. ഞാനെന്നാ ശനിയാഴ്ച വരാം. അല്ല ഇനിയിപ്പൊ ഞാൻ വന്നില്ലെങ്കിലും എന്താണ്, അമ്മക്ക് കൂട്ടായിട്ട് ഇപ്പൊ മരുമോളൊക്കെ ഇല്ലേ? മരുമോളൊക്കെ വന്നില്ലേ? ഇനി നമ്മുടെ ഈ പഴയ സാരിയൊക്കെ മാറ്റി അല്ല നൈറ്റിൻ ചുരിദാറൊക്കെ ഇത്തിരി മോഡേണാവമ്മേ. പൂവാടി ഞാൻ ഇനി നൈറ്റിൻ ചുരിദാറൊക്കെ ഇടാം. എനിക്ക് ഇത്രയും പരിഷ്കാരം മതി. എന്റെ മക്കൾ പരിഷ്കാരികളായല്ല, എനിക്ക് അതും മതി. പറഞ്ഞത് പിടിച്ചില്ല. ഞാൻ പോണട്ടാ അമ്മ. ഞാൻ ഇറങ്ങണം. നാത്തൂനെ വിളിക്കാട്ടാ അമ്മ. ഞാൻ വിളിക്കാട്ടാ. ടാറ്റ. അച്ചോ എവിടെയാണ്? എവിടെയുണ്ട് ഏട്ടാ? എന്താണ് ഇവിടെ വന്നിട്ട് കേക്കണത്? ഭയങ്കര ബോറടിക്കണ ഏട്ടാ. ഓ അവള് പോയില്ലേ? സത്യം അവളുണ്ടായിരുന്നപ്പോ എനിക്ക് നല്ലൊരു കൂട്ടായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോകലും എന്തോരോ സംസാരിക്കുമെന്നറിയോ. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ വിഷമമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല കൂട്ടായിരുന്നു. അവൾ അങ്ങോട്ട് മാറിയപ്പേ അവളങ്ങനെയാണ്. അവളെല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അവള് പെട്ടെന്ന് എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും. അതാണ്. അത് കുഴപ്പമില്ല, അവൾ അടുത്ത ആഴ്ച വരുമല്ലോ. എന്നാലും ഭയങ്കര വിഷമം ചേട്ടാ. ഇത്ര ദിവസം ലീവ് എടുക്കും. കല്യാണിട്ട് അവള് ഇത്ര ദിവസം ലീവ് എടുത്തില്ല. ഇനി ലീവ് കിട്ടൂല, അതുകൊണ്ടാണ് പോയത്. വരും, അടുത്ത ആഴ്ച വരുവോള്. അവള് സങ്കടപ്പെടുന്നു വേണ്ട ഏട്ടാ. അല്ല നമുക്കിനി അച്ഛൻ്റെ സ്വന്തക്കാരോട്ടിലെല്ലാം പോവാണ്ട? ഒരു അമ്മാവന്റെ വീട്ടിൽ പോവാനുണ്ട്. എനിക്കതായാലും മറ്റന്നാൾ ജോലിക്ക് കയറണം. അതെ. അയ്യോ സങ്കടത്തിന് കൂടുവല്ല. ഞാൻ എന്ത് ചെയ്യൂനി? അത് കുഴപ്പമില്ല, അമ്മയൊക്കെ ഉണ്ടല്ലോ, ടി വി ഒക്കെ കണ്ടൊക്കെ ഇരിക്കും. പിന്നെ ഇപ്പൊ അത്യാവശ്യം അവളെല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. എല്ലായിടത്തും പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സമയങ്ങളാ. അവളുണ്ടായിരുന്നു ഇപ്പൊ എന്ത് രസമായിരുന്നു അറിയോ. കുഴപ്പമില്ല, അത് വരുമല്ല. പിന്നെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിച്ച് സംസാരിക്കൊക്കെ ചെയ്യും ഏട്ടാ. അപ്പൊ നാളെ പോവാട്ടോ ആ റിലേറ്റീവ് വീട്ടില്. നാളെ മറ്റന്നാളിലേക്ക് കയറണം. ഓക്കെ എന്നാ വാ, ഇവിടെ ഒറ്റയ്ക്ക് വാ. അടക്കള കയറിട്ട് കുറെ നേരം എന്ത് ചെയ്യണ്? ഞാൻ മീൻകറി ഉണ്ടാക്കി. മീൻകറി ഉണ്ടാക്കിയാ? ഇതൊക്കെ ഉണ്ടാക്കണ്ടറിയോ? അതെ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു വീട് എടുത്തായിരുന്നു. അവിടെ ഞങ്ങള് പല വെറൈറ്റി കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ച്. പിന്നെ ചിലത് അറിയാത്തത് അമ്മനോട് ചോദിക്കും. അങ്ങനെ പഠിച്ചതാ. അതെ, അടുക്കളയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മനോട് ചോദിച്ചോട്ടാ. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യും. നമ്മ പെണ്ണുങ്ങളെ പാചകം അറിഞ്ഞിരിക്കണം. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലേ നമുക്ക് നമ്മുടെ ഭർത്താവിനതെ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചോണ്ട് നടക്കാം. എന്റെ മൂക്കറിഞ്ഞൂടാ. അവള് പഠിക്കാൻ പോണ സമയത്ത് ഒന്നും ചെയ്യൂലായിരുന്നു. ഇവിടുന്ന് എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ചോറും പാത്രത്തില് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി ആ ബാഗിൽ വെച്ചു കൊടുത്താലേ ആ പെണ്ണ് കൊണ്ടുപോകലെന്ന് മടിച്ചാണ്. പക്ഷെ വായില് നോക്കാം ഇത്രയുണ്ട്. ഇങ്ങനെ എല്ലാരോടും വർത്താനം പറഞ്ഞോളൂ. പക്ഷെ അടുക്കളയിൽ കയറുന്ന പണിയാണ്. പക്ഷെ ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ. എങ്ങനെയോ പഠിച്ച്. അല്ല ഇനി വല്ല പണിയുണ്ടാ? ഇല്ലമ്മ എല്ലാം ചെയ്ത്. അന്ന മോള് പോയി കുറച്ചേരം അവിടെ ഇരിക്കും. എപ്പം മുതൽ അടുക്കളയിൽ കയറിയതാണ്? നമുക്ക് സീരിയലാണ്. ആരാണ് ചോന്ന്? പോസ്റ്റ്മാൻ വന്നാണ്. എനിക്ക് ജോലി കിട്ടിയേട്ടാ. ഞാനൊന്ന് കല്യാണത്തിന് മുന്നേ പറഞ്ഞായിരുന്നില്ല ഒരു ഇന്റർവ്യൂവിന് പോയിന്ന്. അവിടെ നിന്നാണ്. ഞാൻ കാര്യം പറയല്ലേ, നീ ജോലിക്കൊന്നും പോവാനൊക്കെ. ജോലിക്ക് പോകണ്ടെന്നാ? അപ്പൊ ചേട്ടനൊന്ന് പറഞ്ഞല്ലേ പോയിക്കോന്ന്. അന്ന് ഓർഡേഴ്സും പറഞ്ഞു വിട്ടതാണ്. പിന്നെന്തോന്നാണ്? അത് കല്യാണത്തിന് മുമ്പല്ലേ, കല്യാണത്തിന് വല്ലതും പറയും.
അന്ന് നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഞാനല്ല, നിന്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ പോയി എഴുതി, ഞാൻ അതിനെതിരൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ അതുപോലെ അല്ല ഇന്ന് നിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം ഞാനാണ്, അതിനുള്ള അവകാശം എനിക്കുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് ഇഷ്ടമല്ല എന്റെ ഭാര്യ ഇങ്ങനെ ജോലിക്കുള്ളത്. ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാല്ല. കഷ്ടമുണ്ട് കേട്ടോ ചേട്ടാ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിക്ക് പോകണം, എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പോവാനായിട്ട്. അവര് പൊക്കോട്ടെ, അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഭാര്യ ജോലിക്ക് പോകേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ എന്റെ കുടുംബത്തിൽ ആ അവസ്ഥയില്ല. എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, എന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അപ്പൊ അവിടെ എനിക്ക് പോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. എന്ത് നാണക്കേടാന്നാ പറയണത്? ഞാൻ എന്തോരം പഠിച്ച് എന്തോരം ആഗ്രഹിച്ച് കിട്ടിയതാന്നറിയൂ. ഇത് പഠിച്ചതിന് ഇപ്പൊ എനിക്കൊന്നും പറയാനൊന്നുമില്ല, നല്ല കാര്യമാണ്, അറിവുള്ളത് നല്ലതാണ്. പക്ഷെ ജോലിക്ക് പോകണം ഞാൻ സമ്മതിക്കൂല. ഞാൻ എന്തൊക്കെ പറയാൻ സമ്മതിക്കൂല. എന്താണ് ഇവിടെ, എന്താണ് രണ്ടുപേരും കൂടി ഒരു ഒച്ചപ്പാട്? അമ്മ അതില്ലേ അമ്മേ, ചേട്ടൻ പറയണത് കേട്ടാ? എന്താണ് അവൻ എന്ത് പറഞ്ഞ്? അമ്മേ എനിക്ക് ജോലി കിട്ടിയമ്മേ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ജോലിക്ക് പോകണ്ടെന്ന്. കല്യാണത്തിന് മുന്നേ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞാണ് പോയിക്കോ കുഴപ്പമില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ പറയണ പോവണ്ടെന്ന്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചാണെന്നറിയോ? അമ്മ ഒന്ന് പറഞ്ഞേമ്മേ. എന്റെ അമ്മ അവള് ജോലിക്ക് പോകണേന് എനിക്ക് താല്പര്യമില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്ക് പോകാനൊക്കെ. പക്ഷേ അതുപോലെയല്ല, ഇന്ന് അവൾ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ ജോലിക്ക് പോണത് എനിക്ക് നാണക്കേട് തന്നെയാണ്. അല്ല മോളെ, അവൻ പറഞ്ഞാലും കാര്യമില്ലേ? അവന്റെ ഭാര്യനെ ജോലിക്ക് വിടാൻ ഇഷ്ടമില്ല. അപ്പൊ നമ്മ ഭാര്യമാര് എന്ത് ചെയ്യണം? ഭർത്താക്കന്മാര് പറയണത് അനുസരിച്ച് ഇവിടെ നിക്കണം. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ മോളി ജോലിക്ക് പോവണ്ട. അമ്മ അങ്ങനെ പറയല്ലേ അമ്മേ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചാന്നറിയോ? എന്റെ മോളെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഭർത്താക്കന്മാരുടെ ഇഷ്ടം നോക്കണം. അവൻ വേണ്ടാന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ട. പിന്നെ മോളിപ്പോ പഠിച്ചതുകൊണ്ട് മോക്ക് തന്നെയല്ലേ ഗുണം. കുറച്ചാളൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊരു കൊച്ചൊക്കെ ആകുമ്പോ ആ കൊച്ചിന് 4 അക്ഷരം പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തം മക്കൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കണത് വലിയൊരു കാര്യമല്ലേ? അത് മാത്രല്ല, ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഇനി മോള് പോയിട്ട് സമ്പാദിച്ച് ഈ കുടുംബം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് നല്ല ജോലിയുണ്ട്. അവൻ ഇവിടുത്തെ എല്ലാ കാര്യവും നല്ല ഭംഗിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വീടിന് വീടുണ്ട്, വണ്ടിക്ക് വണ്ടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇനി മോളിപ്പോ ജോലിക്ക് കൊണ്ട് വല്ല ആവശ്യമുണ്ടാ? മോള് ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി മോള് ഇവിടെ നിന്നാ മതി. മോക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് അവൻ വരുത്തലുണ്ടാ? മോളുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നെയല്ലേ? അതേപോലെ തന്നെ ഇവിടെ മോക്ക് എന്നെയും കൊണ്ട് വല്ല ഉപദ്രവം ഉണ്ടാ? ഇല്ലല്ല. മോളുടെ ഇഷ്ടത്തിന് ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും ജീവിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്തിനാണ് ജോലി? അമ്മ എന്നാലും ഒരെന്നാലും ഇല്ല. അവൻ പറഞ്ഞത് കേട്ടാ മതി. ജോലിക്ക് പോവാനായിട്ടേ നിക്കണ്ട. ഈ കുടുംബത്തിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോണത് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ഇനി ഇതിനെ കുറിച്ച് ഒരു സംസാരം ഇവിടെ വേണ്ടട്ടാ. ഇതോടെ നിർത്തിയേക്ക്. അമ്മ പറഞ്ഞ കേട്ടല്ല, അമ്മക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടേ ഈ ആഗ്രഹം മനസ്സിൽ കളഞ്ഞേക്ക്. ജോലി എന്റെ മോളെ, നിനക്ക് എന്താണ് പറ്റിയത്? വന്നപ്പോ മുതൽ നീ കിടന്ന് കരയണല്ല. എന്താണ് അമ്മനോട് പറ. ഷോ, ഇപ്പഴെന്താണ് ഒന്നും മിണ്ടാത്തത്? മോളെ, നിന്നോട് പറഞ്ഞ അവള് കരയണ എന്താണെന്ന്? ഇല്ലമ്മേ, എന്നോട് പറഞ്ഞില്ല. ഷോ മോളെ, എന്താണ് ആ കരച്ചിലൊന്ന് നിർത്തി കാര്യം പറഞ്ഞേ. അമ്മ അവിടെ ആകെ പ്രശ്നമാണമ്മ. എന്ത് പ്രശ്നം? ഇത്ര നാളോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താണ്? ചേട്ടൻ എന്നോട് പറഞ്ഞു ജോലിക്ക് പോണ്ടെന്ന്, കൊച്ചിനെ നോക്കാനായിട്ട് വീട്ടിൽ നിൽക്കാൻ. അമ്മക്കൊക്കെ പ്രായമില്ലേ, പിന്നെ എന്നോട് ജോലിക്ക് പോണ്ടെന്ന്, വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ. അല്ല, നിന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറയാൻ അവനാരാണ്? നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതേ ഞങ്ങളാണ്. അപ്പൊ നീ ജോലിക്ക് പോണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കണം, അല്ലാതെ അവന്റെ ഇഷ്ടത്തിനല്ല. കൊച്ചിനെ നോക്കണോന്ന് പറഞ്ഞാണമ്മേ ഇപ്പൊ എന്നോട് പോണ്ടെന്ന് പറഞ്ഞത്. കൊച്ചു നിന്റെ മാത്രമല്ലല്ല, അവന്റെയും കൂടിയല്ലേ? അവനും കൂടി ഉണ്ട് ഉത്തരവാദിത്തം. അതൊക്കെ അങ്ങ് തുറന്ന് ചോദിക്കണോരുന്ന്. അവന്റെ അമ്മക്ക് നോക്കാൻ പറ്റൂലെങ്കിലേ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ നോക്കിക്കോളാം കൊച്ചിനെ. അല്ലാതെ നിന്റെ ജോലി കളയാൻ ഞാൻ സമ്മതിക്കൂല. അല്ലേ, ജോലിക്ക് പോണ്ടെന്ന് ഇത്ര നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് വെറുതെയാണല്ല. ഇതേ ജോലി നമുക്കേ അത്യാവശ്യമാണ്. കുറച്ച് നാൾ കഴിയുമ്പളേ ഇവന്മാരെ നമ്മളോട് കണക്കി ചോദിക്കും, നീ എന്തുണ്ടാക്കിയെന്ന്. സ്വന്തം കാലിൽ നിക്കണം, അതിന് നമുക്ക് ജോലി അത്യാവശ്യമാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും ആ ജോലി നീ കളയരുത്. അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ തള്ളനെയും കൂടി പറയണം. ആ തള്ളക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇങ്ങനത്തെ അമ്മമാരുണ്ടോ? എന്തമ്മേ ഇങ്ങനത്തെ അമ്മായിയമ്മമാര്? എന്റെ അമ്മനെ പോലത്താ. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? എന്താണമ്മേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മ ചേട്ടത്തിനാ ജോലിക്ക് വിടണുണ്ടാ?
സ്വന്തം മോളുടെ ഭർത്താവിന്റെ അമ്മായിമ്മയും കൂടി ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് അങ്ങ് പൊള്ളിയല്ലേ. അമ്മ എന്തൊക്കെ പറഞ്ഞു കൂട്ടി. ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എന്റെ മോള ജോലിക്ക് വിടണ്ടെന്ന് പറയാൻ അവനെന്താ അവകാശം എന്ന് വരെ അമ്മ ചോദിച്ചില്ലേ. ആ അമ്മയും ചേട്ടനുമാണ് ഇവിടത്തെ ചേട്ടത്തിനെ ജോലിക്ക് വിടാതെ വീട്ടിലിങ്ങനെ ഇരുത്തിയേക്കണത്. ചേട്ടത്തി എന്തോരം ആഗ്രഹിച്ചും പഠിച്ചും മേടിച്ച ജോലിയാണെന്നത്. അതങ്ങനെ വെറുതെ കളയാനുള്ളതാണ്. ചേട്ടത്തി ജോലിക്ക് പോയെന്ന് പറഞ്ഞോണ്ടേ ഈ കുടുംബത്തിന് ഒന്നും വരാനില്ല. പിന്നെ ചേട്ടത്തിന് അമ്മ ജോലിക്ക് വിടൂലെങ്കിൽ ഞാനും എന്റെ ജോലി കളയും. അങ്ങനെ ഒരു വീട്ടില് 2 നിയമം വേണ്ടല്ല, ഉണ്ടെങ്കിൽ ഒരു നിയമം മതി 2 പേർക്കും. ഏട്ടത്തിന് ജോലിക്ക് വിട്ടാല് ഞാനും പോകും, ഇല്ലെങ്കിൽ ഞാനും പോകൂല. നമുക്ക് പറഞ്ഞു മനസ്സിലായ? അതുകൊണ്ടേ ചേട്ട വരുമ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചേട്ടത്തിന്റെ വേഗം ജോലിക്ക് വിടാൻ നോക്ക്. ചേട്ടത്തി കാര്യങ്ങളൊക്കെ ഇപ്പൊ അമ്മക്ക് ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ട്. ചേട്ടത്തിന് എന്തായാലും ഇനി അമ്മ ജോലിക്കിടും. അപ്പേ ജോലിക്കോവനെ റെഡി ആയിക്കോ. ഹലോ നാത്തൂനെ, ഞാനാണ്. പറയട്ടതി, എന്താണ്? നാത്തൂനെ, എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയാ? കൺഗ്രാറ്റുലേഷൻ. എന്തായാലും ചെലവുണ്ടട്ടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് നാത്തൂനെ. ഇവിടെ അമ്മയും ചേട്ടനും സമ്മതിക്കണില്ല ജോലിക്ക് പോവാനായിട്ട്. ഈ കുടുംബത്തിൽ നിന്ന് പെൺപിള്ളേര് ജോലിക്കൊന്നും പോകണ്ടെന്നാണ് പറയണത്. അങ്ങനെയുള്ള സഹായമൊന്നും വേണ്ടെന്നാ പറയണത്. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതാണ് നാത്തൂനെ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതാണാ ഇതോർത്ത് ചേട്ടത്തി സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും ചേട്ടത്തി ജോലിക്ക് പോകും. അവരോടേ നേരെ പറഞ്ഞാൽ ശരിയാവൂല. അതിനുള്ള വഴി എന്താണെന്ന് ഞാൻ കണ്ടോളാം. ഏട്ടത്തി ജോലിക്ക് പോവാനേ തയ്യാറായിക്കോ. നാത്തൂന് സത്യമാണ് ഈ പറയണത്? ചേട്ടത്തി നോക്കിക്കോ. നാളെ ഞാനേ അവിടേക്ക് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. ഇന്ന് പലയിടത്തും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് നാത്തൂൻ പോര്. പക്ഷേ ഇവിടെ തൻ്റെ നാത്തൂനെ ഈ പെൺകുട്ടി കണ്ടത് സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്കുണ്ടായ സങ്കടം മാറ്റാനും ഈ പെൺകുട്ടിക്കായി. ഇതുപോലെ ഒരു നാത്തൂനെയല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.